ഒരിടവേളയ്ക്ക് ശേഷം നമ്മുടെ ഷിജോ വെട്ടിക്കുഴ ഈസ് ബാക്ക്. ഇന്ന് ഷിജോ വെട്ടിക്കുഴയാണ് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഷിജോ വെട്ടിക്കുഴ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഓക്കെ, എവിടെ ആയിരുന്നു ഇത്രയും നാള്? ഓരോരോ തിരക്ക്. ഓക്കെ, ഇപ്പൊ പത്രത്തിൽ തിരക്കുണ്ടോ, വാർത്തകളുണ്ടോ? പത്രത്തിൽ ഒരുപാട് വാർത്തകൾ കാണാൻ കഴിയുന്നുണ്ട്. ഓണക്കാലത്തേക്ക്, ഓണ ദിവസങ്ങളിലേക്ക് കടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരസ്യങ്ങളും പത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും കേരള കൗമുദിയിൽ നിന്ന് ഇന്ന് തുടങ്ങാം. കേരള കൗമുദി പ്രധാനപ്പെട്ട വാർത്തയായി മുൻ പേജിൽ നൽകുന്നത് കേരള പോലീസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. പോലീസിന് ആയുധമായി മുളക് സ്പ്രേ എന്ന തലക്കെട്ടിലുള്ളതാണ് ഈ വാർത്ത. ഉള്ളടക്കം ഇങ്ങനെ: അക്രമികളെ വരുതിയിലാക്കാനും വനിതാ പോലീസിന്റെ സ്വയം രക്ഷയ്ക്കുമായി കേരള പോലീസ് മുളക് സ്പ്രേ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചില്ലി സ്പ്രേ 750 എണ്ണം വാങ്ങാനുള്ള DGPയുടെ ശുപാർശ ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. BSFന്റെ തെക്കൻപൂരിലെ ടിയർ സ്മോക്ക് യൂണിറ്റിൽ നിന്നാവും സ്പ്രേ വാങ്ങുക. യന്ത്ര സാമഗ്രികളും ഉപകരണങ്ങളും എന്ന അക്കൗണ്ടിലെ 4,50,750 രൂപ ഉപയോഗിക്കാം എന്നാണ് ഉത്തരവിൽ പറയുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതോടൊപ്പം ദുരുപയോഗമെങ്കിൽ പണി കിട്ടും എന്ന ഒരു വിലയിരുത്തലും കേരള കൗമുദി ഇതോടൊപ്പം നൽകുന്നുണ്ട്. ചിറയൻകീഴ് സ്വദേശിയുടെ കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച SIയിൽ നിന്ന് നഷ്ടപരിഹാരമായി 500,000 രൂപ ഈടാക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ മുൻപ് ഉത്തരവിട്ടത് എടുത്തുകാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വിലയിരുത്തൽ കേരള കൗമുദി നടത്തുന്നത്. ഇതോടൊപ്പം ഈ സംവിധാനം അല്ലെങ്കിൽ ഈ ആയുധം ഉപയോഗിക്കുന്നതിലെ ആരോഗ്യ പ്രശ്നങ്ങളും കേരള കൗമുദി എടുത്തുകാട്ടുന്നുണ്ട്. ചില്ലി സ്പ്രേ ഏൽക്കുന്നവരുടെ കണ്ണും മൂക്കും മുഖവും എരിഞ്ഞു പുകയുമെന്നാണ് പറയുന്നത്. ചുമയും ശ്വാസമുട്ടലും ഉണ്ടാകും. ചെറിയ വേദനയ്ക്കും കാഴ്ച തകരാർ എന്നിവയ്ക്കും സാധ്യതയുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. മലയാള മനോരമ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. അതിൽ CPIയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന, അതിന് CPI നൽകിയ മറുപടി, CPIയുടെ അമർഷം, ഇതെല്ലാം ചേർത്ത് വെക്കുന്നു മലയാള മനോരമ മുൻ പേജിൽ. തരില്ല കട്ടായം എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട്. ഉള്ളടക്കം ഇങ്ങനെ: പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ CPIM CPI കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ചർച്ച തുടരുന്നതിനിടെ പദവി CPIMന് തന്നെ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പരസ്യ പ്രഖ്യാപനം. പദവിക്കും രാഷ്ട്രീയ പക്വതയ്ക്കും LDF സംസ്കാരത്തിനും നിരക്കാത്ത പ്രസ്താവനയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തിരിച്ചടിച്ചു എന്നും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുകയാണ്. CPIയുടെ അഭിമാനത്തിന് വിലയിടരുതെന്ന് ബിനോയ് താക്കീതും നൽകിയെന്ന് മലയാള മനോരമ പറയുകയാണ്. മാതൃഭൂമിയുടെ മുൻപേജിലും പ്രധാനപ്പെട്ട വാർത്ത ഇതേ വിഷയം തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതാവ്, അതിലൊരു സംശയവും ഇല്ല, CPIM നേതാവായിരിക്കുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഉറപ്പിച്ച് പിണറായി, ഇടഞ്ഞ് CPI എന്ന ഉപതലക്കെട്ടുകളും നൽകിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. മാതൃഭൂമി ഇന്ന് ഉള്ളടക്കം മനോരമയിൽ കണ്ടതിന് സമാനമാണ്. ഈ വിഷയത്തിൽ തന്നെയാണ് മാതൃഭൂമിയുടെ കാരിക്കച്ചറും ഇന്ന് ഇതോടൊപ്പം ചേർത്ത് വെക്കുന്നു. മാതൃഭൂമി കാകദൃഷ്ടി, ഒരു സംശയവും വേണ്ട, പ്രതിപക്ഷ ഉപനേതാവ് CPIMകാരനായിരിക്കും പിണറായി അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല എന്ന് ബിനോയ് വിശ്വം എന്നാണ് ആ കാർട്ടൂണിൽ പറയുന്നത്. സംശയം വേണ്ട, ഇത് ഞാൻ തന്നെ, ഇതാ പ്രത്യേക ആക്ഷൻ എന്ന പിണറായി പണ്ട് പറഞ്ഞ ഒരു പ്രസ്താവനയൊക്കെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ കാരിക്കേച്ചർ ചിത്രീകരിക്കുകയാണ് മാതൃഭൂമി. മാധ്യമത്തിന്റെ മുൻ പേജിലേക്ക് എത്തുമ്പോൾ മാധ്യമം പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നത്, ഇന്ന് ലീഡാക്കുന്നത്, പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗളൂരുവിനെ അടർത്തി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേയുടെ തീരുമാനമാണ്. മുറിഞ്ഞു വികസന പാത എന്ന തലക്കെട്ടിൽ ഈ റിപ്പോർട്ട് നൽകുകയാണ്. മംഗളൂരുവിനെ മൈസൂർ ഡിവിഷനിൽ ചേർക്കൽ വഴിയാധാരമായി റെയിൽവേ പ്രതീക്ഷകൾ എന്ന തലക്കെട്ടിലാണ് റിപ്പോർട്ട് നൽകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയരുന്നു എന്ന് മാധ്യമം പറയുകയാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച റെയിൽവേ മന്ത്രാലയത്തിന്റെ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി കേരളം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, സംസ്ഥാനത്തെ MPമാരും രാഷ്ട്രീയ കക്ഷികളും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്നും പ്രധാനമന്ത്രിക്കും റെയിൽവേ മന്ത്രിക്കും കത്തയക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എന്നും ഈ റിപ്പോർട്ടിൽ പറയുകയാണ് മാധ്യമം. മംഗളത്തിന്റെ മുൻപേജിലേക്ക് എത്തുമ്പോൾ ഉപനേതാവിനെ ചൊല്ലി വീണ്ടും ഉടക്ക എന്ന തലക്കെട്ടിൽ പ്രധാനപ്പെട്ട വാർത്ത. CPIM തർക്കം, പിണറായി വിജയന്റെ പ്രസ്താവന എന്നിവ ചേർത്ത് വെച്ചുകൊണ്ട് മംഗളം നൽകുന്നു. ഇതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ EDയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന, ED അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കത്തെ അദ്ദേഹം പ്രതിരോധിക്കുന്നതിന്റെ വാർത്തയാണ്. ഞാനോ മകളോ ഹവാല ഇടപാട് നടത്തിയിട്ടില്ല, കൈകൾ ശുദ്ധം
എന്നാണ് പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്ക് തലക്കെട്ട് നൽകുന്നത്. മംഗളം വീണ വിചിത്ര നടപടികൾ നേരിടേണ്ടി വരുന്നത് തൻ്റെ മകളായതിനാലാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. താനോ മകളോ കുടുംബങ്ങളോ ഹവാല ഇടപാട് നടത്തിയിട്ടില്ല. വീണ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ടെന്നും വേണമെങ്കിൽ ഇനിയും വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും പിണറായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാം സംശുദ്ധമായാണ് നടക്കുന്നത്. തൻ്റെ കൈകൾ ശുദ്ധമാണ്. കറയാക്കാൻ നോക്കേണ്ട. ED സാധാരണയായി വാർത്താക്കുറിപ്പ് ഇറക്കാറില്ല. എന്നാൽ ഈ വിഷയത്തിൽ അതുണ്ടായി. ഇത്തരം കാര്യങ്ങളിൽ തനിക്കെതിരെ വാർത്ത നൽകുന്ന ചില മാധ്യമങ്ങളുണ്ട് എന്നും മംഗളം പറയുകയാണ്. എഡിറ്റോറിയലുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രം ചന്ദ്രിക ഇന്ന് നൽകുന്ന മുഖപ്രസംഗം അത് EDയും VDയും റെയ്ഡും എന്ന തലക്കെട്ടിലാണ്. ഇതേ വിഷയത്തിൽ നൽകുന്നു. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം ED വീണ്ടും കേരളത്തിലെത്തി. മുമ്പ് പിണറായിയുടെ വീട്ടിലെത്തിയ EDക്കെതിരെ സമരമെന്ന പേരിൽ വാഹനമെല്ലാം അടിച്ച് തകർത്ത് ചിലർ അകത്തായതോടെ ഇത്തവണ ബഹളങ്ങളും വാഹനം തകർക്കലും ഒന്നും ഉണ്ടായില്ല. DYFI നേതാവിൻ്റെ ഇറങ്ങി വാടാ ED എന്ന ഭീഷണിയും കേട്ടില്ല എന്ന് പരിഹസിക്കുകയാണ് ചന്ദ്രിക മുഖപ്രസംഗത്തിൽ. VD സർക്കാർ അധികാരത്തിൽ വന്നതോടെ നാമം ജപിക്കുന്നത് പോലെ റിയാസും CPIMകാരും VD എന്ന് എന്തിനും ഏതിനും വിളിക്കുന്നതിനിടെയാണ് ED വരുന്നത് എന്നാണ് ചന്ദ്രിക പറയുന്നത്. കേരളം മുഴുവൻ നാറ്റമാണെന്നായിരുന്നു റിയാസ് MLA ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് മുൻ മന്ത്രിയടക്കം പലരും ശരിക്കും നാറ്റം അനുഭവിക്കേണ്ടി വന്നേക്കും എന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുകയാണ്. കോടിയേരിയുടെ മകനും മറ്റു പാർട്ടി നേതാക്കൾക്കൊന്നും കിട്ടാത്ത പ്രിവിലേജ് എന്തായാലും വീണയ്ക്ക് യഥേഷ്ടം ലഭിക്കുന്നുണ്ട് എന്നും ചന്ദ്രികയുടെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നു. ഉൾപേജുകൾ പരിശോധിക്കുമ്പോൾ മലയാള മനോരമ പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം പ്രാധാന്യത്തോടുകൂടി നൽകുന്നത് DYFIക്ക് പുതിയ നേതൃനിര ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. DYFIക്ക് ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന തലക്കെട്ടിൽ ചിന്ത ജെറോം പ്രസിഡന്റ് ആയതിൻ്റെ വാർത്ത നൽകുകയാണ്. വിജിനാണ് സെക്രട്ടറി. ഇരുവരുടെയും അഭിമുഖമടക്കം നൽകിക്കൊണ്ടാണ് ഈ വാർത്തയെ മലയാള മനോരമ ഇന്ന് സമീപിക്കുന്നത്. മാതൃഭൂമിയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത ലൈഫ് പൊളിക്കുന്നു എന്ന തലക്കെട്ടിലുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൻ്റെ ഉള്ളടക്കം ശ്രദ്ധേയമാണ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇടതു സർക്കാർ നടപ്പാക്കിയ ലൈഫ് മിഷൻ ഭവന പദ്ധതി പൊളിച്ചു പണിയാൻ സർക്കാർ ഒരുങ്ങുന്നു. ഓരോ വിഭാഗത്തിനും പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുന്നതാണ് കൂടുതൽ ഗുണമെന്ന് വിലയിരുത്തിയാണ് ഇത്. പട്ടികവർഗം, പട്ടികജാതി, മത്സ്യത്തൊഴിലാളി മേഖലകൾക്കുള്ള പദ്ധതി ലൈഫിൽ നിന്ന് വേർപെടുത്താനുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന് മുഖ്യമന്ത്രിയുടെ അംഗീകാരം കിട്ടിയാൽ അതത് വകുപ്പിൽ നിന്ന് പുതിയ വീടുകൾക്കുള്ള അപേക്ഷ ക്ഷണിക്കും. നിലവിൽ ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചവർക്കും അനുമതിയായവർക്കും ഇതേ പദ്ധതിയിൽ തന്നെ തുടർന്ന് സഹായം ലഭിക്കും എന്നാണ് മാതൃഭൂമി ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊന്ന് വൻ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB എന്ന തലക്കെട്ടുള്ള ഒരു വാർത്തയാണ്. വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ വീണ്ടും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ KSEB യൂണിറ്റിന് 9.40 രൂപ മുതൽ 12 രൂപ 50 പൈസ വരെ വിലയ്ക്ക് അടുത്ത വർഷം മെയ് വരെ വൈദ്യുതി വാങ്ങാനുള്ള കരാറുകൾക്ക് അനുമതി തേടി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചു. ഓണം കഴിഞ്ഞ് തെളിവെടുപ്പിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ അപേക്ഷയിൽ തീരുമാനം എടുക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ദീപികയുടെ ഉൾപേജ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു റിപ്പോർട്ട് കാണാൻ കഴിയുന്നത് തന്ത്രങ്ങൾ മാറും, ന്യൂജനാകാൻ BJP എന്ന തലക്കെട്ടിലാണ്. BJPയുടെ പുതിയ ഭാരവാഹികളുടെ യോഗം ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്നു. നിതിൻ നബീൻ ദേശീയ അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ യോഗമാണിത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള തന്ത്രങ്ങളും ചർച്ച ചെയ്തു. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നിവിടങ്ങളിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമുണ്ട്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും 25 വർഷം പൂർത്തിയാക്കിയത് ആഘോഷിക്കുന്നതിനായി മോദി 25 എന്ന പേരിൽ 15 ദിവസത്തെ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നിങ്ങനെയാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് പത്രങ്ങളുടെ മുൻപേജിലും ഉൾപേജുകളിലുമൊക്കെ കാണാൻ കഴിയുന്നത്. സേതു.